പേടിപ്പിക്ക ഇവിടെ ഇതിലിറങ്ങടോ ഇങ്ങോട്ട് കഴിച്ചാണ് മടിച്ചിനെ പറ്റില്ലേ മോളിനുള്ള ഉത്തരവാണ് എണ്ണ തേച്ച് കുളിപ്പിച്ച് പൗഡർ ഇട്ട് പൊട്ട് ഇട്ട് കൊണ്ടിട്ടില്ലേ ഇറങ്ങിക്കോ ഇറങ്ങണോ ഇങ്ങോട്ട് ആ മറ്റേ കാലം പണ്ടാരടങ്ങിയത് എന്തോരം ഇത് എന്താ കഴിക്കേ പിന്നെ ഇങ്ങോട്ടർക്ക് ഇങ്ങോട്ട് ഏത് കാട്ടുന്നു അങ്ങോട്ട് ഇങ്ങനെ ഒക്കെ ചൂടാവുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് ഇതേ കൈ കൈ അങ്ങോട്ട് അങ്ങോട്ട് ഇത് അടിച്ചാലങ്ങോട്ട് അപ്പൊ എന്റെ അളവ് തെറ്റിയില്ലേ വൃത്തിയോട്ടെ സേഫുണ്ടോ ആ ഇനി പുറപ്പെട്ടോ എങ്ങോട്ട് എസ്റ്റേറ്റിലേക്ക് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ രാജഗോപാലിന് എവിടെ? 2 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. ഷിപ്മെന്റിലേക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കഴിഞ്ഞു? ഇല്ല. ഇല്ലേ? മിസ്റ്റർ ജെയിംസ്, നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് ഇവിടെ? തൊഴിലാളികൾ ലോഡിങ്ങിന് സമ്മതിക്കുന്നില്ല. ബോണസ് കൊടുക്കാൻ വൈകിട്ടും അവിടെ ചോദിച്ച അഡ്വാൻസ് കൊടുത്തില്ലെന്നാണ് പരാതി. കൊടുത്തില്ലെന്നോ? ഞാൻ മിസ്റ്റർ രാജഗോപാലിനെ ഏൽപ്പിച്ചിരുന്നല്ലോ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എവിടെയായിരുന്നു? ക്ഷമിക്കണം, അവിവാഹിതരായ ഒരു ചെറുപ്പക്കാരൻ പോകുന്നിടമെല്ലാം നിങ്ങളെപ്പോലും അവധിയോട് പറയാമോ? കൊള്ളില്ല. ഇടയ്ക്ക് ചോദിക്കട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നു? പരിഹസിക്കുകയാണോ? അതിനെനിക്ക് അർഹതയില്ലല്ലോ. ഞാൻ ജനറൽ മാനേജരും നിങ്ങൾ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറും അല്ലേ? എന്റെ പദവി ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഫാക്ടറി തൊഴിലാളികൾക്ക് അഡ്വാൻസ് കൊടുക്കാനായി ഞാൻ ഏൽപ്പിച്ച തുക നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ കൊടുത്തില്ല? ആവശ്യമില്ലെന്ന് തോന്നി. അത് നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ല മിസ്റ്റർ രാജഗോപാലൻ. മിസസ് ജയന്തി ശേഖരമല്ലല്ലോ. നിങ്ങൾ ആ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ശാന്തി. അവളാണ് ഈ സ്വത്തിന്റെ ഒക്കെ അവകാശി. അവൾക്കതിന് കഴിയില്ല. അവളുടെ അസുഖം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇതുവരെ അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നായിരുന്നു. ഇപ്പോൾ അവൾക്ക് ഭ്രാന്താണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഞാനല്ല, അവളെ പരിശോധിക്കുന്ന ഡോക്ടർ. ഡോക്ടർ 5 രൂപ കൊടുത്താൽ ഏത് രോഗത്തിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി തരുന്ന ഡോക്ടർമാരും നമ്മുടെ നാട്ടിലില്ലേ? ശ്രീമതി ജയന്തി ശങ്കർ, ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സ്വത്തിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അല്ലെങ്കിൽ അവൾ മരിക്കണം. മിസ്റ്റർ രാജഗോപാൽ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. രാമുണ്ണി, ഇയാൾ എന്റെ ഒരു ചാർച്ചക്കാരനാണ്. എന്തെങ്കിലും ജോലി കൊടുക്കണം. ഇവരാണോ? നടക്ക്. ഗ്രാജുവേറ്റ്? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ജോലി വല്ലതും അറിയോ? അരയ്ക്കാനും തേങ്ങ വെട്ടാനും പിന്നെ കൊപ്ര ഉണക്കാനും അറിയാം. ഇതെന്താണെന്ന് അറിയാമോ? തേയിലയാണ്, കൊപ്രയല്ല. നീ ജയന്തിയുടെ ചാർച്ചക്കാരനല്ലേ? ഞാൻ എന്തിനാ എന്നെ അടിച്ചത്? നിന്റെ ആ ചാർച്ചക്കാരി ഉണ്ടല്ലോ ജയന്തി, അവളോട് എന്ന് ചോദിക്കും. വെക്കോ. വീരയൻ, ശാന്തിയുടെ കാര്യം ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ശ്രദ്ധിക്കണം. ആ ഡോക്ടർ ഒന്നിനും കൊള്ളില്ല. ഒരു പേടിത്തൊണ്ടൻ. അല്ലെങ്കിൽ എന്താ രാമുണ്ണി? അയാൾ എന്നെ തല്ലി. കാരണം ഇവിടെ ചോദിക്കാൻ പറഞ്ഞു. വീരയൻ, ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വാ. അയാൾ എന്തിനാ എന്നെ തല്ലിയത്? എടാ, നീ ഒരു പാവമാണെന്ന് തോന്നുന്നു. അത് അവർ തമ്മിലുള്ള ഒത്തുകളിയല്ലേ? അല്ലെങ്കിൽ നിന്നെ തല്ലിയതിന് ആ സ്ത്രീ ചോദിക്കണ്ടേ? രാജഗോപാലൻ അവരുടെ ശമ്പളക്കാരനല്ലേ? എന്നിട്ട് ചോദിച്ചില്ലല്ലോ. അവളൊരു യക്ഷിയാണ്, ചോര ഊറ്റിപ്പിടിക്കുന്ന യക്ഷി. സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ എന്നെപ്പോലെ നിനക്കും ശവക്കുഴി തോണ്ടേണ്ടി വരും. ചോര വാർന്ന ശരീരങ്ങൾ അതിനകത്തിട്ട് മൂടേണ്ടി വരും. എന്നാലും രാത്രിയിൽ അവ എഴുന്നേറ്റ് വരുമ്പോഴാ നിന്റെ മുമ്പിലേക്ക്. അപ്പൊ നീ എന്ത് ചെയ്യും? പേടിച്ച് കരയുമല്ലേ?
എനിക്കൊന്നും മനസ്സിലായില്ല. ആ കൂടെ കൂടെ മനസ്സിലായിക്കൊള്ളു. ആ കുഴിച്ചോ കുഴിച്ചോ ആഴത്തിൽ. പിന്നെ രാത്രിയാകുമ്പോ അതിനകത്ത് എഴുന്നേറ്റ് പോരാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത്. ശ്രദ്ധിച്ച് നമുക്കെന്നെ ദോഷം. അപ്പോ പോ. ഈ മരുന്ന് വേഗം വാങ്ങിച്ചു കൊടുക്കും. കുത്തിവെക്കാനാണോ ഡോക്ടർ? ഒക്കെ അതിലെഴുതിയിട്ടുണ്ട്. ഏയ്, എന്തിനാ കുഴിക്കുന്നത്? ഏയ്, എന്തിനാ കുഴിക്കുന്നത്? സംസാരിക്കില്ല, പൊട്ടനാ. നീ ഇങ്ങോട്ട് വാ. വാ. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവോ? ഇല്ല. ഞാൻ ആരെ കൊണ്ടൊന്ന് വായിപ്പിക്കുന്നത്. എന്താ ഇത്? ഡോക്ടർ ശാന്തി കുഞ്ഞിന് എഴുതുന്ന മരുന്നാ. എനിക്കൊരു സംശയം, വിഷാണോ? പോയിസൺ? എന്തിനാ വിഷം? കുത്തിവെച്ച് കൊല്ലാൻ. എങ്കിലും സ്വത്ത് അവർക്ക് കിട്ടൂ. ഞാനൊന്നും പറഞ്ഞില്ലേ? ഇവനെ കുഴിച്ചു മൂടിയല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. That's really funny. വന്ന് ഇനി രണ്ടുപേരും കുടിച്ചു കൂത്താണ്. എന്റെ സ്വൈര്യം പോയി. You may go. ജയന്തി, ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതാണ് നല്ലത്. ഞാൻ പ്ലീസ് ഗോ ഔട്ട്. രാമുണ്ണി എവിടെ? താഴെയുണ്ട്. ഇവിടത്തെ കാര്യങ്ങൾ വല്ലതും നീ അവനോട് പറഞ്ഞോ? ഇല്ല. ഇല്ലേ? ഞാൻ ശാന്തി കുഞ്ഞിന് ഭ്രാന്താണെന്നും അതുകൊണ്ടാണ് ഡോക്ടർ ഒന്ന് കുത്തിവെക്കുന്നതെന്നും പറഞ്ഞു. ഇനി പറയില്ല. വേലയിന് എനിക്ക് വിശ്വാസമാണ്. പക്ഷെ രാജഗോപാലിന് നിന്നെ കുറിച്ച് സംശയങ്ങളുണ്ട്. പുറത്തു പറയാൻ പാടില്ലാത്ത പല രഹസ്യങ്ങളും അറിയുന്നവനാണ് നീ. അത് വെളിപ്പെടുത്തിയാൽ പിന്നെ വേലയിനെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിയില്ല. സൂക്ഷിച്ചോളൂ. വേലയും പൊയ്ക്കോളൂ. എന്താ? ഇന്നും നാട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മാവിന്റെ കല്യാണക്കാര്യമായിരിക്കും. ഇനി താമസിച്ചാൽ പറ്റില്ലെന്നാണ് അമ്മാവിന്റെ എഴുത്തിൽ. എന്നാൽ ഉടനെ പുറപ്പെട്ടോളൂ. ഉറപ്പണ്ണല്ലേ വധു? അമ്മാവിന്റെ മകളാ. പേര് വധു എന്നല്ല, കാർത്തിയായിനി. കാർത്തിന്ന് വിളിക്കൂ. കാർത്തി എങ്ങനെയാണ്? കാഴ്ചയിൽ സുന്ദരിയാണോ? നിങ്ങൾ തമ്മിൽ സ്നേഹമായിരിക്കും. എനിക്കിഷ്ട. കല്യാണം കഴിഞ്ഞാൽ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ടോ? വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് പുലർത്താനുള്ള ശേഷി നിനക്കുണ്ടോ? എനിക്കിപ്പൊ സുഖമൊന്നുമില്ല. മുമ്പത്തെ ശ്വാസം മുട്ടലൊക്കെ നിന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ശമ്പളം കൂട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? രാജേഷ്. ചെറിയ പടം മേലെ കല്യാണ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. അല്ല, അപ്പൊ അമ്മ എന്തൊരു സങ്കടം.
ഈ തറവാടിന് ദുഷ്പേരുണ്ടാക്കാൻ ശ്രമിച്ച അസത്തെ നിന്നെ ഞാൻ കൊല്ലും. ഇനിയും ഇത് ആവർത്തിച്ചാൽ എനിക്കിങ്ങനെ ഒരു പെങ്ങളും അനന്തരങ്ങളും ഇല്ലെന്ന് ഞാൻ കരുതും. ഈ വീട്ടിൽ നിന്ന് രണ്ടിനെയും അടിച്ചു പടിയിറക്കി പിണ്ണം വയ്ക്കും. എന്റെ പൊന്നുമോളെ, നിനക്ക് എന്തു പറ്റി? നീ പഠിപ്പുള്ളവളാണ്. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ തനിച്ച് പുറത്തിറങ്ങാറില്ല, അന്യ പുരുഷന്മാരുടെ മുഖം കാണാറില്ല. ഞാൻ വാങ്ങിച്ചെന്ന ഡ്രസ് രാമുണിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് വേണ്ട. ഈ വേഷത്തിൽ എന്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഞാൻ പോകുന്നു. ഓഹോ, യാത്ര ചോദിക്കാൻ വന്നാണല്ലേ? നാട്ടിലേക്കായിരിക്കും. അമ്മുവിനെ കാണാൻ, അതോ ശ്രീദേവി കുഞ്ഞമ്മയോ? അത് നിങ്ങൾ അറിയണ്ട. അറിയാം. നീ ആരാണെന്നും എന്തിനാണ് നാട് വിട്ട് ഓടിപ്പോന്നെന്നും എനിക്കറിയാം. എന്നിട്ടും ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറായി. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ശരി, രാമുണ്ണിക്ക് ഇഷ്ടമില്ലെങ്കിൽ പൊയ്ക്കോളൂ. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇതൊന്ന് വായിക്കൂ. എന്താണിത്? പുറപ്പെടുന്നതിന് മുമ്പ് രാമുണ്ണി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇല്ല, കളവാണിത്. ഇതിലെഴുതിയിരിക്കുന്ന മുഴുവൻ കളവാണ്, പച്ചക്കള്ളം. രാമുണ്ണി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു കുറ്റവാളിയും സ്വന്തം കുറ്റമേറ്റ് പറയില്ല. എന്നെ വിശ്വസിക്കും. അന്ന് നീ പറഞ്ഞ കഥകളൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ജയന്തി ഇത്ര വിഡ്ഢിയാണെന്നാണോ നീ കരുതിയത്? ഇപ്പോഴെങ്കിലും സത്യം പറയൂ. ഭയപ്പെടണ്ട. നീ ചെയ്ത കുറ്റം എത്ര വലുതാണെങ്കിലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. പറയൂ, ശ്രീദേവി കുഞ്ഞമ്മയാണോ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അല്ല. പിന്നെ ആരാണ്? എന്തിനാണ് നീ ഓടിപ്പോന്നത്? മുഴുവൻ എനിക്കറിയണം. പറയാം. അന്ന് അമ്മ ഒന്നിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ രാമുണ്ണി ഇത്ര കുസൃതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇത് കൊള്ളില്ല കേട്ടോ. പ്രായം തികഞ്ഞ പെണ്ണുമായി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. അതിന്റെ ദോഷം നിനക്കാ. മനസ്സിലായോ? ഇപ്രാവശ്യം ഞാനിത് മറച്ചു വയ്ക്കാം. ഇനി ഇത് ആവർത്തിക്കരുത്. എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എന്നെ ആരും പിടിക്കണ്ട. വിടാനല്ലേ പറഞ്ഞത്? കണ്ട, ഞാൻ നടന്നു തന്നെ എന്റെ വീട്ടിൽ വിടാൻ. എന്നെ വിടാൻ ഞാൻ വീണു. പതുക്കെ പതുക്കെ അല്ലേ വീണു. ഇവിടെ വീഴും. രാമണി, നീ എന്താണ് അവിടെ കയറിയിരിക്കുന്നത്? ഒന്നുമില്ല. നീ എന്താ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ വെയിലത്തിരിക്കുന്നത്? പോയി കിടന്നോ. വേണ്ട, ഇത് പാവമാണ്. അല്ല രാമുണ്ണി, പാപമോക്ഷമാണ്.
12 വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. എന്റെ അമ്മ ഇന്നും വഴിപാട് നേരുന്നു. എന്തിനാണെന്നോ, എനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ. രാമുണ്ണിക്ക് എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, അദ്ദേഹം ഇപ്പൊ വരില്ല. വാതിൽ തുറക്കാൻ. തുറക്കാൻ. എടീ, ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. പതുക്കെ. ഈ വീട്ടിലെ ചുവരുകൾക്ക് പോലും ചെവിയുണ്ട്. ഞാൻ അവരെ കൊന്നിട്ടില്ല. അതെനിക്കറിയില്ല. പക്ഷെ പോലീസ് അന്വേഷിക്കുന്നത് നിന്നെയാണ്. ശ്രീദേവി കുഞ്ഞ് വെട്ടിക്കൊന്ന നാട് വിട്ട രാമുണ്ണിയെ വായിച്ചില്ലേ? കളവാണ്, അതിനെഴുതിയിരിക്കുന്ന കളവാണ്. സത്യമായാലും രാമുണ്ണി ഭയപ്പെടണ്ട. ഈ വീട്ടിൽ നീ എന്നും സുരക്ഷിതനായിരിക്കും. ഈ ഉടുപ്പുകൾ മാറാമോ? പുറത്തു പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണ് ആലോചിക്കുന്നത്? ഒരു കൊലയല്ലേ ചെയ്തിട്ടുണ്ട്. സാരമില്ല, ഇനി സൂക്ഷിച്ചാൽ മതി. ഒന്നിലധികം കൊല ചെയ്തവർ എന്നോടൊന്നിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നീ ഇവിടെ നിന്നോളൂ. എന്ത് തീരുമാനിച്ചു? നിൽക്കാം. എങ്കിൽ നാളെ തൊട്ട് ഡ്രൈവിംഗ് പഠിച്ചോളൂ. വീരയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.